കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒമാൻ വെരി പ്രിമിറ്റീവ് കൺട്രി, പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു മെക്ക ആയിരുന്നു ചർച്ചിൽ ഹോസ്പിറ്റല്. ആ സ്ഥലത്തുള്ള ഏക ആശുപത്രിയായിരുന്നു അമേരിക്കൻ മിഷൻ ആശുപത്രി. പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയത് ഞാനാണ് ആസ് എ ഫൗണ്ടർ. GCC കൺട്രീസിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് സർജറി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒമാനിൽ. ഹിസ് മജസ്റ്റി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് എനിക്ക് താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലവും ഒരു പ്ലോട്ടും കൂടെ തന്നു. അത് ആമസോൺ മുഖാന്തരം അമേരിക്കയിലും എല്ലാം ഭയങ്കരമായിട്ട് വിറ്റു. മറക്കില്ല ഞാൻ ഈ പ്രവാസം. നമസ്കാരം. മറക്കില്ല ഞാൻ ഈ പ്രവാസം. വളരെ നീണ്ട നാളത്തെ പ്രവാസ ജീവിതത്തിനുടമയാണ് ഡോക്ടർ തോമസ്. അദ്ദേഹം ഇന്ന് ഒരു ഒമാനി പൗരനാണ്. 54 വർഷങ്ങളായി അദ്ദേഹം ഒമാനിലുണ്ട്. ഒരു പ്ലാസ്റ്റിക് സർജറി വിദഗ്ധനാണ്. ഒമാനിലെ പല മേഖലകളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. അത് എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഇനിയുള്ള നിമിഷങ്ങളിൽ നമ്മൾ അറിയുന്നു. മറക്കില്ല ഞാൻ ഈ പ്രവാസം. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കൈപ്പട്ടൂർ ഗ്രാമത്തിൽ കല്ലുതുണ്ടിൽ കുടുംബത്തിൽ ഉമ്മൻ ചോനയുടെയും കുഞ്ഞമ്മയുടെയും മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ വീട്ടിൽ എനിക്ക് സിസ്റ്റേഴ്സും ബ്രദേഴ്സുമായിട്ട് ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. അതിൽ 5ാമത്തെ പുത്രനായിരുന്നു ഞാൻ വിദ്യാഭ്യാസം നടത്തിയത് ലോക്കൽ കൈപ്പട്ടൂർ സ്കൂളിൽ തന്നെയാണ്. പ്രൈമറി ആൻഡ് ഹൈസ്കൂൾ ആൻഡ് സെൻറ്റ് ജോർജസ് മൗണ്ട് ഹൈസ്കൂളിലാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ പ്രൊഫഷൻ. അങ്ങനെ അതിനുവേണ്ടി ട്രൈ ചെയ്തു. കൊല്ലം ഡിസ്ട്രിക്റ്റിലെ എനിക്ക് ഫസ്റ്റ് റാങ്കോടുകൂടി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. MBBS കഴിഞ്ഞപ്പോൾ ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പോടുകൂടി എനിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ MS ചെയ്യാൻ സാധിച്ചു. അങ്ങനെ MS കഴിഞ്ഞപ്പം എൻ്റെ ബ്രദറിലോ ഡോക്ടർ PM മാത്യു, he was working in the American Mission Hospital in Muscat, Oman. Through his recommendation, I got an offer from American Mission Hospital in Muscat immediately after my MS. So I came to Muscat, Oman in April 18, 1971. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒമാൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളം മാതിരി അതിനെക്കാട്ടിലും വലുതായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തുള്ള ഏക ആശുപത്രിയായിരുന്നു അമേരിക്കൻ മിഷൻ ആശുപത്രി. ഞാനിവിടെ വന്നത് ഒരു സർജൻ ലീവിൽ പോയ വേക്കൻസിയിലാണ്. 2 മാസത്തെ വേക്കൻസിയിലാണ് വന്നത്. ആ വേക്കൻസിയിൽ ഞാൻ വന്നപ്പം സിൻസ് അമേരിക്കൻ മിഷൻ ആശുപത്രി ഈസ് വെൽ എക്വിപ്ഡ്, എല്ലാ ഓപ്പറേഷൻ തിയേറ്ററും എല്ലാം അപ് ടു ഡേറ്റ് ആണ്. അമേരിക്കൻ യുട്ടൻസിൽസും ഫെസിലിറ്റീസും കൊണ്ട് ഐ വാസ് എ ബഡിങ് സർജൻ and here is an opportunity for plenty of doing. People are coming day and night. I am very busy, so I was enjoying my life in the American Mission Hospital. When I finished 2 months, and the chief medical officer, Dr. Donald T. Bosch, he called me. He told me, why can't you join to the mission as a permanent staff? We all like you. Your work is excellent. So then I asked, with my father's permission, I joined the American mission as a permanent staff. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ജനറൽ സർജറിയിൽ കഴിഞ്ഞ MS കഴിഞ്ഞ വന്ന ഒരു ഡോക്ടറായിരുന്നു. എനിക്ക് ഗൈനക്കോളജി, ഒബ്സ്റ്റട്രിക്സ്, ഓർത്തോപെഡിക്സ്, ന്യൂറോ സർജറി ഇതിൻ്റെ അകത്തൊന്നും ഒരു എക്സ്പീരിയൻസിലല്ല. അതെല്ലാവരും തന്നെ ഈ അമേരിക്കൻ സർജൻസ് എന്നെ പഠിപ്പിച്ചു. ഈ സമയത്താണ് പുതിയ ഭരണാധികാരി ഹിസ് മജസ്റ്റി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് ഭരണാധികാരം ഏറ്റെടുക്കുന്നത് 1970. ആ 70 ഭരണാധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചെയ്ത ആദ്യത്തെ ഒരു വിളംബരം എല്ലാ ഒമാനി പൗരന്മാർക്കും ഹെൽത്തും എഡ്യൂക്കേഷനും ടോട്ടലി ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് എന്ന ഭരണാധികാരി അന്ന് വിളംബരം ചെയ്തത്. അതിൻ പ്രകാരം ഒരു പ്രൈവറ്റ് ആശുപത്രി ഇവിടെ
നിലനിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അമേരിക്കൻ മിഷൻ ആശുപത്രിയിലെ എല്ലാ സ്റ്റാഫിനോടും ഗവൺമെൻറ് മെഡിക്കൽ സർവീസിലേക്ക് ജോയിൻ ചെയ്യാൻ ഗവൺമെൻറ്റിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തു. അതിൻ പ്രകാരം ഒരു പുതിയ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് രൂപം കൊണ്ടു. അന്നത്തെ റെഫറൽ മെഡിക്കൽ ഹോസ്പിറ്റൽ, റെഫറൽ സർജിക്കൽ ഹോസ്പിറ്റൽ മസ്കറ്റിൽ തുടങ്ങി. ആൻഡ് റെഫറൽ സർജിക്കൽ ഹോസ്പിറ്റലിൻ്റെ പേര് കൗള ഹോസ്പിറ്റൽ എന്നാണ്. എല്ലാ അമേരിക്കൻ മിഷൻ ആശുപത്രിയിലെ സ്റ്റാഫ് പുതിയ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് ജോയിൻ ചെയ്യപ്പെട്ടു. അമേരിക്കൻ മിഷൻ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ ഡൊണാൾഡ് ടി ബോഷ്, he was invited as Kavla ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഡോക്ടറായിട്ട് ഇൻവൈറ്റ് ചെയ്തു. he accepted that offer, and along with Dr. Bosch, and എനിക്ക് കിട്ടിയ ഒരു വലിയൊരു പ്രചോദനമായിരുന്നു എന്നെ കൂടെ ആ അമേരിക്കൻ മിഷൻ ആശുപത്രിയിൽ നിന്ന് പുതിയ ഗവൺമെൻറ് തുടങ്ങിയ കൗള ഹോസ്പിറ്റലിലെ സർജനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. അത് മെയിൻ തിങ് അല്ല, ഡൊണാൾഡ് ടി ബോഷിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. അതും പ്രകാരം ഞാൻ കൗള ഹോസ്പിറ്റലിലെ ജനറൽ സർജറി യൂണിറ്റിൻ്റെ ഒരു ഇൻചാർജായിട്ട് മാറി. അതുകൊണ്ട് ദാറ്റ് വാസ് എ ബിഗ് ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. അത് കണ്ടിന്യൂ ചെയ്യുന്ന അവസരത്തിലാണ് എനിക്ക് എപ്പോഴും പ്ലാസ്റ്റിക് സർജറിയിലെ ഒരു സർജനായിട്ട് തീരുവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ സമയത്ത് ഒമാനിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടി ഓക്സ്ഫോർഡിൽ നിന്ന് ജോൺ ബാറ്റ്സ്റ്റോൺ എന്ന ഡോക്ടർ എവരി വർഷം 2 ആഴ്ചയിൽ ഒമാനി വോളണ്ടറി ആയിട്ട് ഫ്രീ ആയിട്ട് വന്ന് താമസിച്ച് ഓപ്പറേഷൻ നടത്തുമായിരുന്നു. അദ്ദേഹത്തെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്ലാസ്റ്റിക് സർജനായിട്ട് കാണുന്നത്. ഉടനെ എൻ്റെ ആഗ്രഹം ഒരു പ്ലാസ്റ്റിക് സർജൻ ആകണമെന്ന് ആഗ്രഹമുണ്ട്. ഉടനെ അദ്ദേഹം വരുമ്പോൾ ജോൺ ബാറ്റ്സ്റ്റോണിൻ്റെ കൂടെ നടന്ന് എല്ലാ കേസ് കാണുകയും എൻ്റെ ഉത്സാഹം കണ്ടുകൊണ്ട് ജോൺ ബാറ്റ്സ്റ്റോൺ എന്നെ 1975 ഓക്സ്ഫോർഡിലേക്ക് 3 മാസത്തേക്ക് ക്ഷണിച്ചു. ഞാൻ 3 മാസത്തേക്ക് ചർച്ചിൽ ഹോസ്പിറ്റൽ, ദാറ്റ് വാസ് എ സർജിക്കൽ പ്ലാസ്റ്റിക് സർജറി സെൻറ്റർ ആയിരുന്നു ഓക്സ്ഫോർഡിൻ്റെ. ഞാൻ ഓക്സ്ഫോർഡിലേക്ക് പോയി. അവിടെ 3 മാസത്തെ വർക്ക് കഴിഞ്ഞു. ആ ചർച്ചിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് മെക്ക. അതേമാതിരി പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു മെക്ക ആയിരുന്നു ചർച്ചിൽ ഹോസ്പിറ്റൽ. ഞാൻ ആ 3 മാസത്തെ എൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരാൻ സമയത്ത് ജോൺ ബാറ്റ്സ്റ്റോൺ എന്നെ വിളിച്ച് ചോദിച്ചു, യു വുഡ് ലൈക്ക് ടു ബിക്കം എ പ്ലാസ്റ്റിക് സർജൻ? ഒരു പ്ലാസ്റ്റിക് സർജൻ ആകാനുള്ള ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, ബൈ ഓൾ മീൻസ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ 3 വർഷത്തെ ട്രെയിനിങ്ങിന് വേണ്ടി ഇവിടെ വരിക, ഞങ്ങൾ ഒരു സാലറി സ്കെയിലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, എന്നെ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ഒമാനി വന്നു കഴിഞ്ഞിട്ട് 1978 ഞാൻ ഓക്സ്ഫോർഡിലേക്ക് പ്ലാസ്റ്റിക് സർജറി ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ പോയി. ആ സമയത്ത് ഞാൻ ഒമാനി വന്നപ്പോൾ തന്നെ എൻ്റെ വൈഫുമായിട്ടുമാണ്, ശാന്തയെ ആയിട്ടാണ് ഞാനിവിടെ വന്നത്. ഒമാനി വെച്ച് ഈ സമയം കൊണ്ട് 1970 എൻ്റെ മൂത്ത മകൻ ടെനി ജോൺ തോമസ് 1973 എൻ്റെ രണ്ടാമത്തെ മോൻ 1977 ടെജി മാത്യു തോമസ്. അവർ രണ്ടുപേരും ഇപ്പം ഡോക്ടേഴ്സാണ്. അവർ രണ്ടുപേരും അമേരിക്കയിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. മൈ വൈഫ്, ഷീ വാസ് എ ടീച്ചർ. ഞാൻ മാരി ചെയ്യുമ്പം ഷീ വാസ് എ ഫിസിക്സ് ടീച്ചർ ആൻഡ് മാത്സ്. ഷീ വാസ് ടീച്ചിങ് ഇൻ ദ ഗേൾസ് ഹൈസ്കൂൾ കോഴഞ്ചേരി. സോ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഇത്രമാത്രം എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചത് ഫാമിലിയിലെ my wife was looking after the education, upbringing of the children, and also family matters were all looking after her. So ഞാൻ എൻ്റെ ഗസ്റ്റിനോടൊക്കെ
ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും മൈ വൈഫ്, ഷീ ഈസ് ദ ഹോം മിനിസ്റ്റർ. എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയതുകൊണ്ട് എനിക്കുള്ള ഫുൾ കോൺസെൻട്രേഷൻ എൻ്റെ പ്രൊഫഷനിൽ കൊടുക്കാനും സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യാനും സാധിച്ചു. സോ ഐ ആം ഓൾവേസ് താങ്ക്ഫുൾ ടു മൈ വൈഫ്. എൻ്റെ 3 വർഷത്തെ ആ ട്രെയിനിങ്, അക്രഡിറ്റേഷൻ ട്രെയിനിങ് കഴിഞ്ഞപ്പം എനിക്ക് ഒമാനിൽ നിന്ന് ഹെൽത്ത് മിനിസ്റ്ററുടെ ഒരു ഇൻവിറ്റേഷൻ കിട്ടി. ഇവിടെ ഒമാനിൽ പ്ലാസ്റ്റിക് സർജറി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും ഞാൻ വരികയാണെങ്കിൽ ഈ പൊസിഷൻ എനിക്ക് തന്നെ തരുമെന്നും. അങ്ങനെ ഹെൽത്ത് മിനിസ്റ്ററുടെ ഇൻവിറ്റേഷൻ പ്രകാരം ഞാൻ ഓക്സ്ഫോർഡിലെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 3 years 78 ഞാൻ ഇവിടുന്ന് പോയത്. 1981 ഞാൻ തിരിച്ചു വന്നു. ആദ്യമായിട്ട് മസ്കറ്റിൽ പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയത് ഞാനാണ്, ആസ് എ ഫൗണ്ടർ ഓഫ് പ്ലാസ്റ്റിക് സർജറി. അത് കൗള ഹോസ്പിറ്റലാണ് തുടങ്ങിയത്. അത് തുടങ്ങിയേക്കുന്ന ഒരു ഹംബിൾ ബിഗിനിങ് വിത്ത് 10 beds വിത്ത് ആൻ അസിസ്റ്റന്റ് ഡോക്ടർ. അത് ഞാൻ അതുവരെയും പ്ലാസ്റ്റിക് സർജറി ഇവിടെ ഇല്ലാഞ്ഞുകൊണ്ട് 200 patients were going abroad for every year for plastic surgery. ഞാൻ പ്ലാസ്റ്റിക് സർജറി തുടങ്ങിക്കഴിഞ്ഞിട്ട് ആരെയും പുറത്ത് വിട്ടിട്ടില്ല. എല്ലാ പ്ലാസ്റ്റിക് സർജറി ഇവിടെ തന്നെയാണ് ചെയ്തത്. ഉടനെ മിനിസ്ട്രി ഓഫ് ഹെൽത്തും ഹെൽത്ത് മിനിസ്റ്ററും ഒക്കെ എന്നെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യാൻ വളരെ ആൾക്ക് താല്പര്യമുണ്ടായിരുന്നു. ഉടനെ ഞാൻ 1981 വന്നു. സെക്കൻഡ് പ്ലാസ്റ്റിക് സർജൻ കെയിം ടു 87. പിന്നീട് 1 by 1 ആയിട്ട് ഓരോ പ്ലാസ്റ്റിക് സർജൻ വന്നുകൊണ്ടിരുന്നു. ഞാൻ 2012 മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. ആ സമയത്ത് 24 doctors വർക്കിംഗ് ഇൻ ദ മിനിസ്ട്രി ഇൻ ദ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ് വേർ ഐ സ്റ്റാർട്ടഡ് became a center for higher surgical training in plastic surgery. ഞാൻ ഒമാനി പ്ലാസ്റ്റിക് സർജൻസിനെ അവിടെ ട്രെയിൻ ചെയ്തു. അങ്ങനെ ഇപ്പം 9 പ്ലാസ്റ്റിക് സർജൻസ്, ഒമാനി പ്ലാസ്റ്റിക് സർജൻസ് ഇപ്പം കൗള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. GCC കൺട്രീസിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് സർജറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒമാനിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പം പ്രൈവറ്റിലാണ്. ഐ ആം വർക്കിംഗ് ഇൻ അസ്റ്റർ Royal Al Rafa Hospital. I was there. They have hospital in all Gulf countries and also in Kochi. I was coming to Kochi also as a senior consultant, visiting plastic surgeon for 5 years. അത് കഴിഞ്ഞിട്ട് ഇപ്പം കോവിഡിൻ്റെ സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൊച്ചി വരുന്നത്. അത് നിർത്തി. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ അസ്റ്റർ റോയൽ അൽ റഫ ഹോസ്പിറ്റലാണ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. വാനി സിറ്റിസൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെങ്കിൽ എൻ്റെ മൂത്ത മകൻ അവരെല്ലാവരും UK എൻ്റെ കൂടെ അവിടെ കൗണ്ടി സ്കൂളിൽ വർക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒമാൻ്റെ സാലറി എൻ്റെ പിള്ളേരെ പുറത്ത് വിട്ട് പഠിപ്പിക്കാൻ അത് പോരാ. എൻ്റെ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലണ്ടിൽ ഒരു കൺസൾട്ടൻറ്റ് ജോബ് കിട്ടും. അവിടെ ഇംഗ്ലണ്ടിൽ കൺസൾട്ടൻറ്റ് ജോബ് കിട്ടുവാണെങ്കിൽ അവിടുത്തെ ഐ ക്യാൻ അപ്ലൈ ടു എനി യൂണിവേഴ്സിറ്റി ടു കണ്ടിന്യൂ മൈ സൺസ് ഫർദർ എഡ്യൂക്കേഷൻ. So this matter I told to the health minister, and the health minister, oh, this is your problem. So he told this matter to the Council of Ministers. Council of Ministers പറഞ്ഞപ്പം അന്നേരം അവർ പറഞ്ഞു best thing is about give the Omani citizenship to him so he can educate his children here in the Sultan Qaboos University. So they recommended, and the council recommended to His Majesty, and I got the citizenship, Omani citizenship, not only to me, all members of my family, and also a civil service award, Order of Oman. ഇത് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ പൗരനാണ് ഞാൻ. അത് കിട്ടിയത് 1991. അതുകൂടാതെ ഹിസ് മജസ്റ്റി സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ് എനിക്ക് താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലവും ഒരു പ്ലോട്ടും കൂടെ തന്നു. അവിടെ ഞാൻ വെച്ച വീട്ടിലാണ് ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത്.
പിന്നെ ഈ വീട് എൻ്റെ വീട് തന്നെയാണ്. ഞാൻ വീടിന് കൗള ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ. ഒമാൻ ആൻഡ് ഒമാനി പീപ്പിൾ ആർ ഹൈലി ഹോസ്പിറ്റബിൾ. എന്നെ എത്രമാത്രം എൻകറേജ് ചെയ്തോ അത്രമാത്രം എൻകറേജ് അവർ ചെയ്തു. അതും പ്രകാരം എനിക്ക് ഒരു ഡ്യുവൽ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഐ വാസ് ദ ഹെഡ് ഓഫ് ദ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ് ഇൻ കൗള ഹോസ്പിറ്റൽ. At the same time, Health Minister made me as the head of the plastic surgery service in Oman. So I need to visit district hospitals of other country, in other hospitals, and according to my recommendation, plastic surgery to be started. Now plastic surgery started. Second capital in Salalah, then Niswa, Sur, Sohar. ഈ സ്ഥലങ്ങളിലെ മെയിൻ എല്ലാ ഹോസ്പിറ്റൽസും പ്ലാസ്റ്റിക് സർജറി ഉണ്ട്. ഇതൊക്കെ സാധിച്ചത് ഇവിടുത്തെ ആൾക്കാരുടെ His Majesty Sultan Qaboos bin Said and also the present ruler His Majesty Haytham bin Tariq and also health ministers, they were all very encouraging and cooperating and helping me to develop a big setup in Oman. Rose Garden Restaurant, Dammam. എനിക്ക് സോഷ്യൽ സർവീസിലും എനിക്ക് പലതും വർക്ക് ചെയ്യാൻ സാധിച്ചു. ഞാൻ ഇന്ത്യൻ സ്കൂളിൻ്റെ പ്രസിഡൻ്റായിരുന്നു. 6 വർഷം പ്രസിഡൻ്റായിരുന്നു. എല്ലാ പ്രോവിൻസിലും എല്ലാ മെയിൻ സിറ്റീസിലെല്ലാം ഇന്ത്യൻ സ്കൂൾ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഇന്ത്യൻ സ്കൂള് 22 ഇന്ത്യൻ സ്കൂൾസ് ഇൻ ഒമാനിലുണ്ട്. അതുകൂടാതെ തന്നെ ഐ ആം എ ക്രിസ്ത്യൻ. ഐ ബിലോങ് ടു ദ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിലാണ്. ഇവിടെ ചർച്ച് പണിയാനും അങ്ങനെ 4 ചർച്ചസ് പണിയാനും ഞാൻ ഹെൽപ്പ് ചെയ്തു. ഇവിടെ മസ്കറ്റിലും ഇവിടെ ഗാലായിലുമൊക്കെ അങ്ങനെ സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം എൻ്റെ ഫീൽഡിൽ പ്ലാസ്റ്റിക് സർജറിയിൽ ഡെവലപ്പ് ചെയ്യാനും എനിക്ക് വളരെയധികം ചാൻസ് കിട്ടി. എല്ലാ വർഷവും ഞാൻ ലോകത്തിലെ മികച്ച പ്ലാസ്റ്റിക് സർജറി സെൻറ്ററിൽ ഞാൻ വിസിറ്റ് ചെയ്യുകയും വർക്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ നോളജ് ഞാൻ ഇവിടുത്തെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വലുതാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ഗ്രേറ്റ് ഞാൻ നോക്കുന്നുണ്ടെ എനിക്ക് ഐ ആം എ വെരി ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ. ഐ ഹാവ് നോ കംപ്ലൈൻറ്റ്. ഒമാനിൻ്റെ ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫാൻറ്റാസ്റ്റിക്. കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒമാൻ ഇസ് എ വെരി പ്രിമിറ്റീവ് കൺട്രി. ഞാൻ പറഞ്ഞു ഒമാൻ പേവ്ഡ് റോഡ് എന്ന് വെച്ചാൽ റോഡ് only 5 kilometers in Oman. Then there was no electricity, no water supply, no sanitation. അങ്ങനെ പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഒമാനിൽ നമുക്ക് ജീവിക്കാനില്ല. ആ സമയത്താണ് ഞാനിവിടെ വന്നത്. അന്ന് ഹോസ്പിറ്റല് ഈസ് റൺ ബൈ ജനറേറ്റർ. ആ ജനറേറ്ററിൻ്റെ കപ്പാസിറ്റി ഞങ്ങൾക്ക് ഒരു 2 bedroom ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് ഒള്ളി ബെഡ്റൂമിൽ മാത്രം വിൻഡോ AC തരും. അത് മാത്രമേ ഉള്ളൂ. ബട്ട് ഒമാൻ വാസ് എ വെരി ഹോട്ട് കൺട്രി. സോ ബാക്കി അവസരങ്ങളിലൊന്നും തന്നെ ഒരു കൂൾ അറ്റ്മോസ്ഫിയർ, വെരി ഹോട്ട്. സോ നമുക്ക് ലിവിങ് റൂമിലോ അല്ലെങ്കിൽ വേറെ എങ്ങും തന്നെ താമസിക്കാൻ ഒക്കത്തില്ല. വീട്ടിൽ വന്നപ്പോൾ നേരെ ബെഡ്റൂമിലോട്ട് പോകും. because the AC is only there. That much was very difficult. I should say all these years within His Majesty Sultan Qaboos bin Said, he is a benevolent, a ruler. He changed Oman with the span of 30 years, from a primitive country to almost like a modern country. And the roads from border to border, electricity, water supply, and amenities for the common people, education, and hospitals in every nook and corner. Now, in Oman is a modern country.
അന്ന് നാട്ടിലേക്ക് പോകുമ്പം ദർ ഇസ് നോ ഡയറക്റ്റ് ഫ്ലൈറ്റ്. സോ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഇവിടുന്ന് ബോംബെ പോവും. ബോംബെ നിന്നാണ് കേരളത്തിലോട്ട് പോകുന്നത്. ബോംബെയിൽ ഒരു ഹോൾട്ടും കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പോകുന്നത്. അത് ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട്. കാര്യം ബോംബെ ചെന്ന് സ്റ്റേ കഴിഞ്ഞ് പിറ്റേ ദിവസം പോവുക, തിരിച്ചു വരുന്നു അതുപോലെ തന്നെ. സോ ഡയറക്റ്റ് ഫ്ലൈറ്റ് ടു മസ്കറ്റ് ടു കേരള ഇസ് എ ഗ്രേറ്റ് തിങ്. നൗ മസ്കറ്റിൽ നിന്ന് എവറി ഡേ ഫ്ലൈറ്റ് ടു ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ്, കണ്ണൂർ. 4 ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട്. അതെല്ലാം മസ്കറ്റിൽ നിന്ന് ഡെയിലി ഫ്ലൈറ്റ് ഉണ്ട്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. പ്രവാസം എന്ത് പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ്, പല വിധത്തിലുള്ള ആൾക്കാരുമായിട്ടും രാജ്യങ്ങളുമായിട്ട് പങ്കൊള്ളുവാൻ, അവരെ കാണുവാനും അവരിൽ നിന്ന് പല പാഠങ്ങൾ പഠിക്കുവാനും എനിക്ക് സാധിച്ചു. പിന്നെ സെക്കൻഡ് തിങ്, ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ, ദർ ഇസ് നോ റീപ്ലേസ്മെന്റ് ഇൻ ലൈഫ്. ഹാർഡ് വർക്കിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഹാർഡ് വർക്ക് ചെയ്താലും ഞാൻ പറഞ്ഞേക്കുന്നത്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അതിനെ എൻകറേജ് ചെയ്യാനും ആൾക്കാരില്ലെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് വരാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ നാട്ടിലോട്ടുള്ള മൂക്കില രാജ്യത്തെ മുറിമൂക്കൻ രാജാവെന്ന് പറയുന്ന പോലെ, നമ്മളിവിടെ പല രാജ്യങ്ങളിലും പലരെയും കണ്ടു കഴിഞ്ഞപ്പം അന്നേരം മനസ്സിലായത് എത്രമാത്രം നിങ്ങൾക്ക് വിനയമുണ്ടായിരിക്കണം. നിങ്ങളെക്കാട്ടിൽ എത്രയോ പഠിത്തവും എല്ലാ രൂപത്തിലുള്ള എത്രയോ ആൾക്കാരുണ്ട് ഈ ലോകത്തിൽ. ഉടനെ നമ്മൾ ഒരു ചാൻസ് കിട്ടിയ ഉടനെ അതിനനുസരണമായിട്ട് പെരുമാറണം. ഇതൊക്കെ എനിക്ക് അറിവ്, വിനയം, സമ്പർക്കം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവരെ കാണിക്കുവാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഈ ഈ ജീവിതത്തെ ഞാൻ കാണുന്നത്. ഫസ്റ്റ് സാലറിയാണ് എൻ്റെ ജീവിതത്തിലെ. അതുവരെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന എല്ലാം സ്കോളർഷിപ്പിലാണ്, അത് ചിലവിലാണ്. ഫസ്റ്റ് സാലറി കിട്ടിയപ്പം what I did, I distributed this salary to all my father and all my brothers and sisters. I sent it all there. I told you I belong to a family of 8. ഞാൻ എൻ്റെ ആ സന്തോഷം I shared to my family. ഞാൻ കൈപ്പറ്റൂരോട് ചെല്ലുമ്പോൾ നമ്മുടെ ഫാദറിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഞാൻ കൈപ്പറ്റൂന്ന് ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ ഒമാനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒമാൻ ആ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വന്നാൽ അയാൾ ആ വീട്ടിലെ ആൾക്കാരെ മുഴുവൻ ഇവിടെ കൊണ്ടുവരും. അങ്ങനെ ഒരു സമയത്ത് ഞാൻ പോകുന്ന പള്ളിയിൽ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഫ്രം കൈപ്പറ്റൂർ ഗ്രാമം. ഉടനെ അത്രമാത്രം കഴിയാവുന്നതിൻ്റെ അത്രയും ഒത്തിരിയും പ്രാവശ്യം ഇതേമാതിരിയുള്ള ഹെൽപ്പ് ചെയ്യാവുന്ന ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പേരിൽ എനിക്ക് എന്നെപ്പറ്റി അങ്ങനെ പറയുന്ന ഇഷ്ടമല്ല. എൻ്റെ പേരിൽ 4 എൻറോൾമെൻറ്റ് അവാർഡ് ഞാൻ പഠിച്ച കൈപ്പറ്റൂർ സ്കൂളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ബെസ്റ്റ് സ്റ്റുഡൻറ്റ് from class 1 to class 12, they are getting every year during the annual day, they are getting that one. I put the money in the bank, with the interest they are giving. Then കൈപ്പറ്റൂർ, ഓമല്ലൂർ, ചന്ദനപ്പള്ളി, വള്ളിക്കോട് 4 ഗ്രാമങ്ങളാണ്. ആ 4 ഗ്രാമങ്ങളിൽ നിന്ന് എവറി ഇയർ 15 സ്റ്റുഡൻസിനെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് വേണ്ടി ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചേക്കുക. സോ ദേ ആർ selecting best poor students, irrespective of the caste, creed or religion. Poor students 15 ആൾക്കാരെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് വേണ്ടി അതിന് അടുത്തൊരു എൻറോൾമെന്റ് അവാർഡാണ്. പിന്നെ ഇങ്ങനെ ഞാൻ ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് മുഖാന്തരമാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ ലൈഫ് ഹിസ്റ്ററി ഈ അടുത്ത സമയത്ത് ഒരു 2-3 വർഷത്തിന് മുമ്പ് ലെഗസി ഓഫ് എ പ്ലാസ്റ്റിക് സർജൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. അത് ആമസോൺ മുഖാന്തരം അമേരിക്കയിലും എല്ലാം ഭയങ്കരമായിട്ട് വിറ്റു. അതിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ ചില്ലുവാൻ എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ അതിനകത്ത് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ
നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗ്രാമത്തിലെ ഒരു പ്രോജക്റ്റിന് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. ആ അവസരത്തിലാണ് ഞാൻ പഠിച്ച സ്കൂളിലെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ എൻ്റെ ടീച്ചറായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, നമുക്കൊരു കമ്പ്യൂട്ടർ ലാബ് തുടങ്ങണം, CBSE ഇത് പ്രകാരം അതൊന്ന് സ്പോൺസർ ചെയ്യാമെന്ന് ചോദിച്ചു. അവർ ഒരു കമ്പ്യൂട്ടർ, ഒരു ബിൽഡിങ്ങും 36 കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആൻ ഇൻസ്ട്രക്ടർ. പറഞ്ഞാൽ ഇത് 10 lakhs ഒരു പ്രോജക്റ്റാണ്. പറഞ്ഞേ ഞാൻ പറഞ്ഞ് എനിക്ക് വിറ്റ് ഈ പൈസ മുഴുവൻ ഞാൻ അങ്ങ് തരാം, ഞാനൊരു 4 lakhs സംതിങ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഉടനെ വീണ്ടും എന്നോട് പ്രിൻസിപ്പൽ പറഞ്ഞു, അതല്ല, വേറൊരാൾ ഇത് 10 lakhs എടുത്താൽ ഞങ്ങൾക്ക് വളരെ സൗകര്യമായിരുന്നു. ഞാൻ ആ 10 lakhs അത് ഉടനെ ഞാനത് എൻ്റെ മോനോട് പറഞ്ഞു. മോൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ആ 10 lakhs കൂടെ കൊടുത്ത് ഒരു കമ്പ്യൂട്ടർ ലാബ് ആ സ്കൂളിൽ, കൈപ്പറ്റൂർ സ്കൂളിൽ തുടങ്ങി. അത് എന്നോട് ഇപ്പം അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ അവിടുന്ന് സ്കൂളിൽ ഒരു സ്വീകരണം തന്നു. അവിടെ അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, കേരളത്തിലെ CBSE സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് കമ്പ്യൂട്ടർ ലാബാണ് അത്. ബൈബിളിൽ ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്, വിളക്ക് കത്തിച്ച് ഈ ഡാർക്ക് അടച്ചല്ല വെക്കേണ്ടത്, അത് ഉയർന്ന സ്ഥാനത്തിരിക്കണം, എന്നിട്ട് അതിൻ്റെ പ്രകാശം എല്ലായിടത്തും വരത്തുള്ളൂ. പിന്നെ നമുക്കൊരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പൊസിഷനും കൊണ്ട് എത്രമാത്രം ആൾക്കാരെ ഏതൊക്കെ വിധത്തിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളത് ഹെൽപ്പ് ചെയ്യണം. അത് എനിക്ക് തോന്നുന്നത് അത് ദൈവം നമ്മുടെ ഒരു ധർമ്മമാണ്. അത് ദൈവം തന്നിരിക്കുന്ന ടാലന്റ് അത് ഉപയോഗിക്കുക, അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകരിക്കുക, ഇതെല്ലാം അതൊരു ധർമ്മമാണ്. അങ്ങനെ ഞാൻ നോക്കുകയാണെങ്കിൽ ഒമാനിലേക്ക് വരാൻ പറ്റിയത്, ഞാൻ ഒമാനിലേക്ക് വന്നത് 2 months ആസ് എ ലോക്കം സർജനായിട്ടാണ്. ഞാനിപ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കും, 2 months ലോക്കം എന്ന് വെച്ചാൽ ടെമ്പററി സർജൻ. ആ ടെമ്പററി സർജൻ ആയിട്ട് വന്ന ഒരാൾ, ഹിയർ ഈസ് ഐ എം ആൻ ഒമാനി സിറ്റിസൺ ആൻഡ് ഓൾസോ എൻജോയിങ് the life with the fullest extent in my profession, in my social field, in my everywhere. And I have, as I told you again repeatedly, I am saying, I have no regrets, I have no complaints. I am very much thankful to God Almighty for guiding me in all these days. ഇങ്ങനെ ഈ രൂപത്തിൽ എൻ്റെ ജീവിതം, എൻ്റെ പ്രൊഫഷൻ വെച്ചും എൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസ് വെച്ചും ഒമാനിലെ എൻ്റെ ജീവിതം ഒരിക്കലും ഞാൻ മറക്കുവാനോ മറയ്ക്കുവാനോ സാധിക്കുകയില്ല.